വാശിയേറിയ പോരാട്ടമായിരുന്നു ഫ്രാൻസും പരാഗ്വയും തമ്മിൽ. ആരാധകർ ഒരുപക്ഷെ നേരത്തെ അർജന്റീനയുടെ കളി പോലെ തന്നെ നെഞ്ചിടിപ്പോടെ കണ്ടൊരു കളിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഫ്രാൻസിന്റെ ആധിപത്യമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിൽ പരാഗ്വെ ശക്തമായ പ്രതിരോധം തീർക്കുന്നത് കാഴ്ച കൂടി നമ്മൾ കണ്ടു. 70-ാം മിനിറ്റിൽ എംബാപ്പയാണ് പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ വിജയ ഗോൾ നേടിയത്. ആ പെനാൽറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ ഫ്രാൻസ് പൊരുതി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ശക്തമായ പ്രതിരോധം, ആ പ്രതിരോധം തന്നെ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഫ്രാൻസിന്റെ കളിയുടെ സ്പീഡ് നമുക്കറിയാം. വളരെ വേഗത്തിൽ കളി കൊണ്ടുപോവുകയും കൃത്യമായി മൈനസ് പാസുകൾ നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് ഫ്രാൻസ്. അതിനോടൊപ്പം നിൽക്കാൻ പരാഗ്വയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ ഫ്രാൻസിന്റെ തന്നെ ആരാധകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർ ഡിഫൻസ് കളിക്കും. നമുക്കറിയാമായിരുന്നു 5-4-1 ഡിഫൻസിലാണ് നിൽക്കുന്നത്. ഇതിലും നല്ല വിജയമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അവർ ഇത്തിരി ഇഞ്ചുറി ആയിട്ട് പരിക്കൻ കളിയാണ് ഇത്തിരി കളിച്ചത്. എന്തായാലും നമ്മൾ വിജയിച്ചതിന് സന്തോഷമുണ്ട്. കുറച്ചും കൂടിയും ബെറ്റർ ആക്കായിരുന്നു. കാരണം പക്ഷേ ഡിഫൻസ് ആയതുകൊണ്ട് നമുക്ക് അധികം ആ രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടണുണ്ടായില്ല. അവർ നല്ല ഡിഫൻഡായിരുന്നു. അത് കാരണം ഇവർ കുറേ കഷ്ടപ്പെട്ട് ശരിക്കും പറയണ്ടേ. അവസാനം ഒരു കബഡി കളി പോലെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. ഒരു ഭയങ്കര അറ്റാക്കിംഗ് ടീമാണല്ലോ. പക്ഷേ ഇത്രയും നല്ല ഡിഫൻസ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗോൾ അടിക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ അർജന്റീനയുടെ ആളാണ്. ഞങ്ങൾ കേബർദയുടെ കളി ഞങ്ങൾ കുറേ കളിയാക്കിയത് വരും. ഇപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഡിഫൻസിൽ നിൽക്കണവരെ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെനാൽറ്റി ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ്ട്രാ ടൈമിൽ പോയി ചിലപ്പോൾ പെനാൽറ്റി ആയിട്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ശക്തമായ മുൻനിരണ്ടായിട്ട് കാര്യമില്ല. ഡിഫൻസീവിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ കഷ്ടപ്പെടും. കബഡി കളി പോലെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. ജർമ്മനീനെ തോപ്പിച്ചപ്പോൾ ഇവര് ഷോഗൻ ടീം തോപ്പിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറെ ഹരാസ് ചെയ്തതാണ് ഇവരൊക്കെ. ഇപ്പൊ മനസ്സിലായി ടീം ഒരാളെയും ചെറുതായി കാണാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലായിരുന്നു. ഒന്ന് പരിക്കൻ കളിയായിരുന്നു, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആദ്യ മിനിറ്റ് മുതൽ ഇങ്ങോട്ട് പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. റഫറിയുടെ കൃത്യമായ ഇടപെടലിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ യെല്ലോ കാർഡുകൾ കൂടി കണ്ട ഒരു മത്സരം, കൂടുതൽ യെല്ലോ കാർഡുകൾ കൂടി കണ്ട ഒരു മത്സരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ മത്സരത്തോടെ എംബാപ്പെ മെസ്സിക്കൊപ്പം 7 ഗോളുമായി ഗോൾ വേട്ടയിൽ ഒപ്പമെത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പരാഗ്വയുടെ പ്രതിരോധം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പരാഗ്വയുടെ പ്രതിരോധം വളരെ കൃത്യമായി തന്നെ ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങളെ പൂട്ടി എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, ഡെംബലെ ഭംഗിയതും ഫ്രാൻസിന്റെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഒരു പിന്നോട്ട് പോക്കിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡെംബലെ പിന്നീട് ഫ്രാൻസിന് പിൻവലിക്കേണ്ടി വന്നത്. ഡെംബലെ കളിയുടെ ഒരു മുന്നേറ്റത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് എംബാപ്പയും ഡെംബലയും തമ്മിലുള്ള കളി ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ആ കോമ്പിനേഷനിൽ ചെറിയൊരു കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതൊരു പക്ഷേ അടുത്ത കളിയോടെ മാറ്റിയെടുക്കാൻ തന്നെയായിരിക്കും ഫ്രാൻസിന്റെ ശ്രമം. അതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും കൃത്യമായി ഒരു സന്ദേശം ഫ്രാൻസിന് നൽകാൻ അത്ര എളുപ്പമാകില്ല ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കളികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈ റൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഫ്രാൻസിന് മുന്നിൽ വലിയ വെല്ലുവിളി പരാഗ്വയ്ക്ക് തീർക്കാൻ കഴിഞ്ഞെങ്കിലും ആ വെല്ലുവിളി മറികടന്ന ഫ്രാൻസ് മുന്നോട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ ഫൈനൽ കളിച്ച ടീമാണ്. ഇത്തവണ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഫ്രാൻസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഏത് തരത്തിലുള്ള പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുന്ന എംബാപ്പെ എന്ന കുന്തമുന, ഒപ്പം തന്നെ ഡെംബലെ, അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നം, അവരുടെ ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഈ കളിയിലാകെ തന്നെ കാണാൻ കഴിഞ്ഞത്. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.